സോ ഇന്നത്തെ നമ്മുടെ നീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നൈട്രോജനസ് വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ് ബൈ. ഓക്കെ, അഥവാ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് അല്ലേ, അത് നൈട്രോജൻ ഉള്ള വേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അനിമൽ കിങ്ഡവും ഹ്യൂമൻ ഫിസിയോളജിയിലെ എക്സ്ക്രീഷനും തമ്മിൽ കമ്പൈൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അറിയേണ്ട കാര്യം, ബോഡിയിലുള്ള നൈട്രോജനസ് വേസ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് യൂറിയ ഉണ്ട്. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന അനിമൽസിനെ നമ്മൾ യൂറിയോടെലിക് അനിമൽസ് എന്നാണ് വിളിക്കുന്നത്. അമോണിയ ആണെങ്കിൽ അമോണോടെലിക് അനിമൽസ് ആണ്. യൂറിക് ആസിഡ് ആണെങ്കിൽ യൂറിക്കോടെലിക് അനിമൽസ് ആണ് അല്ലേ. സോ ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെല്ലറ്റ് ഓർ പേസ്റ്റ്. പെല്ലറ്റ് ഓർ പേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂറിക് ആസിഡ് ആണ്. സോ ഇവർ ചോദിക്കുന്നത് യൂറിക്കോടെലിക് ആയിട്ട് ഇതിന് ആരാണ് ഉള്ളതെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ഓർണിത്തോർഹൈൻകസ്. സോ ആരാണ് ഈ ഓർണിത്തോർഹൈൻകസ് അല്ലേ? ഓർണിത്തോർഹൈൻകസ് എന്ന് പറയുന്നത് ഈ പ്ലാറ്റിപ്പസ് എന്ന് പറയുന്ന അനിമൽ ആണ് കേട്ടോ. സോ ഈ അനിമല് ഒരു അനിമൽ കിങ്ഡത്തിൽ ക്ലാസ് മമേലിയയിൽ വരുന്ന മാമൽസ് ആണ് ഇവര്. സോ മാമൽസ് നമുക്കറിയാം യൂറിയ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടും ഈ അനിമൽ എന്തായിരിക്കും? യൂറിയോഡെലിക് ആയിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കാം, സലാമാൻഡ്ര. ആരാണ് സലാമാൻഡ്ര? സലാമാൻഡർ അല്ലേ, അത് ക്ലാസ് ആംഫിബിയയിൽ വരുന്ന ഒരാളാണ്. ആംഫിബിയൻ ആണിത്. സോ ആംഫിബിയൻസ് വീണ്ടും എന്താണ്? യൂറിയ ആണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു യൂറിയോടെലിക് അനിമൽസ് ആണ്. ഇനി ആംഫിബിയൻസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആംഫിബിയൻസിന്റെ ലാർവ, ഒരു ഫ്രോഗ് ഉണ്ടെങ്കിൽ ആ ഫ്രോഗിന്റെ ലാർവ ആയിട്ടുള്ള ടാഡ്പോൾ വരുമ്പോൾ അതെന്താണ്? അത് അമോണോടെലിക് ആണ് കേട്ടോ. ഈ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. ഇനി അടുത്തത് ആരാണ്? ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് ആരാണ്? സീ ഹോഴ്സ് ആണ് അല്ലേ. സീ ഹോഴ്സ് എന്താണ്? ക്ലാസ് ഓസ്റ്റിച്ചൈസിൽ വരുന്ന ആൾക്കാരാണ്, നമ്മുടെ പൈസീസിന്റെ അടിയിൽ. ഇനി പൈസീസ്, ക്ലാസ് പൈസീസ് എന്ന് പറയുമ്പോൾ അവർ അക്വാട്ടിക് ഓർഗാനിസംസ് അല്ലേ. അക്വാട്ടിക് ഓർഗാനിസംസ് എപ്പോഴും അമോണോടെലിക് ആയിരിക്കും അല്ലേ. സോ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഹിപ്പോകാമ്പസ്. ഇനി ലാസ്റ്റ് ആളെ നോക്കാം നമുക്ക്, പാവോ. പാവോ ആരാണ്? പീക്കോക്ക് അല്ലേ. പീക്കോക്ക് ഏത് ക്ലാസ്സിലാണ് വരുന്നത്? ക്ലാസ് ഏവ്സിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവരാണ് യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പെല്ലറ്റ് ഓർ പേസ്റ്റ് ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നവർ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, അഥവാ പാവോയാണ്. ഇതിന്റെ ഒപ്പം നമുക്കൊരു അഡീഷണൽ പോയിന്റ് കൂടെ പഠിക്കാം. ഈ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഓർണിത്തോർഹൈൻകസ് അഥവാ പ്ലാറ്റിപ്പസ്, പ്ലാറ്റിപ്പസും പിന്നെ എക്വിഡ്ന എന്ന് പറയുന്ന ഈ രണ്ട് അനിമൽസ് ആണ് ക്ലാസ് മമേലിയയിൽ വരുമ്പോൾ ഒവിപാരസ് ആയിട്ട് വരുന്നവർ കേട്ടോ. ഇവരാണ് എന്ത്? എഗ് ലേയിങ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കിയുള്ള മാമൽസ് എല്ലാം എന്താണ്? വിവിപാരസ് ആണ്, അഥവാ ബർത്ത്, യങ് വൺസിന് ബർത്ത് ചെയ്യുന്ന ആൾക്കാരാണ് ബാക്കിയുള്ള എല്ലാ മാമൽസ്.